അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കുറച്ച് തിരക്കുള്ള വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. പിന്നെ മോള് എറണാകുളത്തുനിന്ന് വന്നിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ കൂടെയുള്ള സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിലെ ജോലികളും അതൊക്കെ കഴിഞ്ഞ് അവളെ കുന്നോളത്ത് ബസ് കയറ്റാൻ വേണ്ടി കൊണ്ടാക്കി കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു റിസപ്ഷനും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു തിരക്കേറിയ ദിവസം തന്നെ പറയാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി വേഗം കഴിച്ച് വെച്ചിട്ട് ഞാൻ ഡ്രീം കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 ടിന്നിലായിട്ട് 1 കിലോ ആയിട്ട് അങ്ങനെ 1 കിലോ ഡ്രീം കേക്കാണ് ഓർഡർ. അപ്പോൾ അത് ബാറ്റർ റെഡിയാക്കിയിട്ട് 2 ടിന്നിലാക്കിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഓവനിലിരുന്ന് ബേക്ക് ആവട്ടെ. ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് പീനട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മോൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് പീനട്ട് റോസ്റ്റ് ചെയ്തത് ഇവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ആറിയതിന് ശേഷം പാക്ക് ചെയ്യണം. പുറത്തിരിക്കുന്നത് ഈത്തപ്പഴം, ബദാമും ഈ പീനട്ടും കൂടെ അവൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. ഹോസ്റ്റലിൽ വിശക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 ഡ്രീം കേക്കിൻ്റെ ടിന്നിലേക്കായിട്ട് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പാലും പഞ്ചസാരയും കൂടി തിളപ്പിച്ചെടുത്ത മിൽക്ക് സിറപ്പ് ഒഴിച്ചിട്ട് നന്നായി വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ ചോക്ലേറ്റ് മൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. എനിക്ക് ഡ്രീം കേക്കിൽ 5 ലെയറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം ഇതാണ് കേട്ടോ. ഈ രണ്ടാമത്തെ സ്റ്റെപ്പായ ഈ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത ഒരു ഭാഗം നമ്മൾ ഡ്രീം കേക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഭാഗത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഡ്രീം കേക്ക് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. അതവിടെ നന്നായി സെറ്റാവട്ടെ. ആ സമയം കൊണ്ട് ചട്ടിപ്പത്തിരിയിലേക്കുള്ള മസാല, ചിക്കൻ മസാല തയ്യാറാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ദോശകൾ ചുട്ടെടുക്കണം. അതിനായിട്ട് മൈദമാവും കോഴിമുട്ടയും ഉപ്പും കൂടിയിട്ട് അടിച്ചെടുത്ത ബാറ്റർ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പാൻ സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കുകയാണ്. നമ്മളെ ദോശകളെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ദോശ ഒരല്പം പാലും മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയിട്ട് പാനിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ കൂട്ട് വെക്കുക. അടുത്ത ദോശ ഇതേപോലെ പാൽ മിക്സിയിൽ മുക്കിയിട്ട് വീണ്ടും വെക്കുക. അടുത്ത ലെയർ വെക്കുക. അങ്ങനെ ലെയറാക്കിയിട്ട് നമ്മൾ ചട്ടിപ്പത്തിരി മുഴുവൻ ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അടുപ്പ് വെച്ച് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റോളം അങ്ങനെ ഇരുന്നിട്ട് ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സ്റ്റവിൽ നമ്മളെ ഡ്രീം കേക്കിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം, ബട്ടർ, ചോക്ലേറ്റ്, കോൺഫ്ലവർ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ബട്ടറും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതില്ലേ, അത് ഇതാ ചൂടാറിയിട്ടുണ്ട്. അത് നമ്മളെ ഡ്രീം കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊടിച്ച് വെച്ച നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് സെറ്റാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിവിടെ ചട്ടിപ്പത്തിരി ചൂടാറി വന്നിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ട് ഡിസ്പോസിബിൾ ബോക്സുകളിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതാ ഭക്ഷണം കഴിച്ചിട്ട് മോളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കുന്നോളത്തേക്ക് പോകണം. ഡ്രീം കേക്ക് നമുക്ക് വൈകുന്നേരം 6 മണിക്ക് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇനി മോളെ കുന്നോളത്ത് കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് 4ാമത്തെ സ്റ്റെപ്പ് ഒഴിച്ചു കൊടുക്കുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ കൊക്കോ പൗഡർ വെതറിലും കൂടിയിട്ട് ഈ 2 സ്റ്റെപ്പും കൂടെ തന്നെയുള്ളൂ. അപ്പോൾ അത് മോളെ കൊണ്ടാക്കി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിതാ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ അവളെയും കൊണ്ട് കുന്നോളത്തേക്ക് പോവുകയാണ്. അൽഹംദുലില്ലാ എറണാകുളത്തേക്കുള്ള ബസ് അധികം സമയം നിൽക്കാതെ തന്നെ കിട്ടി. അവളെ കയറ്റി കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഒരല്പസമയം റെസ്റ്റ് എടുക്കാൻ കിട്ടിയെന്ന് പറയാം. അപ്പോഴേക്കും ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പോകേണ്ട ടൈമായി. അപ്പോൾ അതാ ഞാനും മോളും കൂടി റിസപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ തിരക്കേറിയ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.